അക്വയർഡ് ഇമ്മ്യൂണിറ്റി ആയിട്ടാണ് അത് കോറിലേറ്റ് ചെയ്യണത്. അതുപോലെ തന്നെ ഹേമന്ത ശിശിര ഋതുക്കളിൽ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ദിവ്യ, ആയുർവേദ ഡോക്ടർ, ആദിത്യ ആയുർവേദ കോസ്മെറ്റോളജി ആൻഡ് വെൽനസ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് ഇമ്മ്യൂണിറ്റിയാണ്. ഇമ്മ്യൂണിറ്റി അഥവാ വ്യാധിക്ഷമത്വം എന്ന് ആയുർവേദത്തിൽ പറയും. ആയുർവേദത്തിലെ വ്യാധിക്ഷമത്വം അഥവാ ഇമ്മ്യൂണിറ്റിയുടെ ഡെഫിനേഷനായിട്ട് പറയണത് വ്യാധിക്ഷമത്വം നാമ വ്യാധിബല വിരോധിത്വം വ്യാധി ഉത്പാദക പ്രതിബന്ധകത്വം ഇതി എന്നാണ്. ഇപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. വ്യാധിബല വിരോധിത്വം, വ്യാധി ഉത്പാദക പ്രതിബന്ധകത്വം. വ്യാധിബല വിരോധിത്വം എന്താന്ന് നോക്കാം. അതായത് നമുക്ക് വന്ന അസുഖങ്ങളുടെ തീവ്രത കുറയ്ക്കാനായിട്ട് നമ്മുടെ ബോഡിയിലുള്ള ഘടകമാണ്. അതാണ് വ്യാധിബല വിരോധിത്വം. അക്വയർഡ് ഇമ്മ്യൂണിറ്റി ആയിട്ടാണ് അത് കോറിലേറ്റ് ചെയ്യണത്. യുക്തികൃത ബലം അതാണ് വ്യാധിബല വിരോധിത്വത്തിന് സഹായിക്കുന്നത്. ഇനി വ്യാധി ഉത്പാദക പ്രതിബന്ധകത്വം, അതായത് ഒരു രോഗം ഉണ്ടാവാതെ നോക്കാനായിട്ടുള്ള ഘടകങ്ങളാണ് വ്യാധിബല വിരോധിത്വത്തിൽ വരുന്നത്. അത് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ആയിട്ടാണ് കോറിലേറ്റ് ചെയ്യുന്നത്. സഹജബലം. അപ്പൊ 3 തരം ബലങ്ങൾ ഏതൊക്കെയാന്ന് പറയാം. സഹജബലം, കാലജബലം, യുക്തികൃത ബലം. സഹജബലം എന്നത് നമുക്ക് ജനറ്റിക് ആയിട്ട് ബൈ ബർത്ത് കിട്ടുന്ന ഒരു ബലമാണ് സഹജബലം എന്ന് പറയുന്നത്. കാലജബലം 2 തരത്തിൽ പറയാം. നമുക്ക് വയസ്സനുസരിച്ച് പറയുകയാണെങ്കിൽ ചിൽഡ്രനിൽ ഒരു ബലം ഉണ്ടാവും, ബലം കുറഞ്ഞിരിക്കുന്ന അവസ്ഥയായിരിക്കും. യൗവനാവസ്ഥയിൽ യൂത്ത് ആവുമ്പോൾ കുറച്ച് ബലം കൂടും. വാർദ്ധക്യാവസ്ഥയിൽ ഓൾഡ് ഏജിൽ നമ്മുടെ ശരീരബലം കുറയും. അതുപോലെ തന്നെ ഹേമന്ത ശിശിര ഋതുക്കളിൽ നമ്മുടെ ശരീരബലം കൂടിയിരിക്കുന്ന അവസ്ഥയാണ്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മുടെ ശരീരബലം കൂടിയിരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അസുഖങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകൾ കുറവായിരിക്കും. പിന്നെ 3ാമതായിട്ട് പറയണത് യുക്തികൃത ബലം എന്നുള്ളതാണ്. യുക്തികൃത ബലം എന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റും എക്സസൈസും കൂടി കൊണ്ട് ഉണ്ടാവുന്ന നമ്മുടെ ശരീരത്തിൽ അക്വയർ ചെയ്യണ ബലമാണ് യുക്തികൃത ബലം. വാക്സിനേഷൻസും എല്ലാം കൊണ്ടും നമുക്ക് ഉണ്ടാവുന്ന പ്രതിരോധ ശക്തി അഥവാ നമ്മൾ രോഗത്തെ പ്രതിരോധിക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് യുക്തികൃത ബലത്തിൽ വരുന്നത്.